ഭയങ്കര പ്ലാൻ ചെയ്തൊക്കെ സംസാരിക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവര് ഭയങ്കര അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തിനാ വിളിച്ചത് നിങ്ങള്? അപ്പൊ അത് സീരിയസ് ആയിട്ട് അങ്ങനെയായോ ഇപ്പൊ? അപ്പൊ ശരി, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾ രണ്ടുപേരോട് അല്ലല്ല നിങ്ങൾ രണ്ടുപേരോട് ഇന്റർവ്യൂ കൊടുത്താൽ മതി. സത്യമായിട്ട് ഇത് കാണുമ്പോ പ്രാങ്കാണ്, ചുമ്മാ എല്ലാവർക്കും മനസ്സിലാവട്ടെ. എന്നാലും ഒരു ആക്ടിങ് കിട്ടിയല്ലോ. നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ലാതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണ്ടേ? മന്ദാകിനിയിൽ അഭിനയൊക്കെ എന്ത് നന്നായിട്ട് അഭിനയിച്ചിട്ട് എല്ലാരും നല്ല രീതിയിൽ പറഞ്ഞത് ടേക്ക് എടുത്തിട്ട് അഭിനയിച്ചെന്നൊക്കെ ഞങ്ങൾ അറിയാൻ വേണ്ടിട്ടുള്ളൊരു ഒരുപാട് ടേക്ക് വലിയ അതിന്റെ കഥാപാത്രവും ഞാനും മദ്യപാനിയാണ്. അതല്ല ഞാൻ മദ്യം അങ്ങനെയല്ല കേട്ടാ. എന്തറിയാമോ, നാട്ടുമ്പുറത്തെ വീട്ടിലെ കല്യാണമാണ്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ എല്ലാ വീട്ടിലും കല്യാണ സമയത്ത് എല്ലാ സഹായം ചെയ്യുന്ന ഒരു പയ്യനുണ്ടാവും. അത് നമ്മളെ പ്രായത്തിലൊക്കെ ഉള്ള ആരെങ്കിലും അടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇവരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ. അതുകൊണ്ട് ക്യാരക്ടറിൽ ബാത്റൂമിനകത്തിരുന്ന് കള്ളു കുടിക്കുന്നത് നീ അവിടെ ചെയ്തിട്ടുണ്ടോ? അത് എവിടെ? ബാത്റൂമിനകത്തിരുന്ന് കള്ളു കുടിക്കുക കള്ളുകുടിക്കാറുണ്ടല്ലോ. അപ്പൊ നിനക്ക് സമാധാനമായില്ല എന്നെ കള്ളുകുടിയനാക്കിയപ്പോ. ശരി ശരി, നമുക്ക് അതൊക്കെ വിടാം. നമുക്ക് വീണ്ടും ചക്കത്തിലേക്ക് വരാം. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് കൂടിയാൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആൾ സൂരജാണ്. 3 പേര് ഒരുമിച്ച് കൂടി അല്ല ഇവളാണ്. എപ്പോഴും ഇമോഷണൽ അത്യാചാരം സുചിത്രയിലേക്കാണല്ലോ. സുചിത്ര എനിക്ക് ചെറിയ വാക്കുകൾ മതി ഇവരുടെ. നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അതിനൊരു ചെറിയ വാക്കിൽ പിടിച്ച് ഞാൻ പോകും. ഇതിന് കട്ടിങ് വേറെ ഉണ്ട്. ഇപ്പൊ ഞാനും ഇപ്പൊ ഈ അതായത് ഇവനും ഇവളും കാണല് കുറവാ. അത് കാര്യം ഞാൻ കൊച്ചിക്ക് വരാറുണ്ട്, ഇവള് കൊച്ചിക്ക് വരാറില്ല. ഞാൻ ഇവനും കൊച്ചിയിൽ വെച്ച് കാണും. എന്തെങ്കിലും വർക്കോ ഷൂട്ടോ എന്തെങ്കിലും പരിപാടിക്ക് കാണാറുണ്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ പരസ്പരം ഇവിടെ വെച്ച് കാണുമ്പോ കാണുന്ന ദിവസം ഞങ്ങള് ചിലപ്പോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുമ്പോ ഇവള് അവിടെ ഇരുന്നിട്ട് ഞാനില്ലാതല്ലേ അല്ലേ ഇവളിരിക്കും. അപ്പൊ ഞാനില്ല, ഞാൻ കൊച്ചിക്ക് വളരെ വിരളിലെണ്ണാവുന്ന പ്രാവശ്യം വന്നിട്ടുള്ളൂ, മൊത്തത്തിൽ വന്നിട്ടുള്ളൂ. അപ്പൊ ഇവരെപ്പോഴും കൊച്ചിയില. ഇവര് ഞാൻ നോക്കുമ്പോ ഇവരിങ്ങനെ കറങ്ങി കിടക്കും. അപ്പൊ ഈ സുഖിലെന്ന് പറഞ്ഞ് കൊണ്ടു നടന്നിട്ട് ഞാനില്ല അതില്. അല്ല അവിടെ അവര് നോക്കുമ്പോ ആയല്ലോ ഇത് സൂരജും അഖിലും. അപ്പൊ ഞാനിവിടെ ഞാൻ ഈ സുഖില് ബാലൻസ് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിക്കും. അല്ല എന്നാൽ ഇപ്പൊ ഈ അഖില് ഏറ്റവും കൂടുതൽ എന്ത് പറഞ്ഞായിരിക്കും ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിരിക്കുന്ന സുചിത്രക്ക്? ഞാനോ? ഇത് ഇവനും പറഞ്ഞിട്ടുണ്ട്, എന്നെ മാത്രം പറയുന്നത്. അതിൽ അടുത്ത സൂരജിലേക്ക് വരികയായിരുന്നു. ആണോ? ഞാനോ? ഇവൻ പറയണത് ഇവൻ മനസ്സിലാക്കത്തില്ല, നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കത്തില്ല. ഇവൻ ഇപ്പൊ ഇത് എനിക്കാണുണ്ടായ കാര്യം. ഇപ്പം ഞാന്, ശാലിനി, ഇവൻ എല്ലാവരുടെ കോൺഫറൻസ് കോളിൽ സംസാരിക്കായിരുന്നു. എന്റെ കോൾ എങ്ങനെയോ കട്ടായി പോയി. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞമ്മ വിളിച്ചു, അമ്മയുടെ സിസ്റ്റർ. അപ്പോഴത്തേക്ക് ഈ കോള് കട്ടായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു കുഞ്ഞമ്മല്ലേ, ഒന്ന് എടുത്തിട്ട് തിരിച്ച് കണക്ട് ചെയ്യാം. വിളിച്ചു, കോൾ എടുത്തു. ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ ശരി, 1-2 വാക്കുകൾ പറഞ്ഞു, ശരി. അപ്പോഴത്തേക്ക് ഇവൻ വീണ്ടും വിളിച്ചു. ഉടനെ തിരിച്ചു പറയാണ്, നിനക്ക് വേറെ കോള് വന്ന് കട്ട് ചെയ്യുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ പറഞ്ഞു ഇല്ലടാ. മിണ്ടരുത്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ആ കോള് കട്ടായി പോയി. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നെ കുഞ്ഞമ്മ വിളിച്ചു. അപ്പൊ അത് കുറച്ചു നേരം സംസാരിക്കുള്ളൂ. അതെന്താ ചോദിച്ചു, കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വിളിക്കാൻ തുടങ്ങായിരുന്നു. അപ്പോഴത്തേക്കും നീ എന്നെ തിരിച്ചു വിളിച്ചു. മനസ്സിലാക്കാറില്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് അല്ലല്ല, ഇതിന്റെ സംഭവം ഞാന്, ശാലിനി, ഇവള് നമ്മൾ 3 പേരെ സംസാരിച്ചോണ്ടിരുന്ന. അപ്പം എന്തോ കാര്യം സംസാരിച്ചോണ്ടിരുന്നപ്പോ ശാലിനി ഇവളോട് എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോഴേ ഇവിടെ കോളിലില്ല. അതാണ് ഞാൻ ഇവള് ശാലിനിയോട് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ശാലിനി ചോദിച്ചു അഖി സുജി എവിടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളില്ല കോളില്, എപ്പോഴോ പോയി. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പോകുമ്പോ കട്ട് ചെയ്ത് പോകുമ്പോ പറഞ്ഞിട്ട് പോട്ടെ, അവള് നിന്റെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഉള്ളത് പറയുന്നത് മോശമല്ലേ? ഇത്രയും ഞാൻ ചോദിച്ചോളൂ. അയ്യോ ഇതൊന്നും അല്ലായിരുന്നു, ഇങ്ങനെയൊന്നുമല്ല. ദൈവമേ, എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഇല്ല, ഞാൻ എന്ത് ചെയ്യാൻ? ഇനിയിപ്പോ ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾ പൊളിക്കണമെങ്കിൽ റെക്കോർഡിംഗ് ഒക്കെ ഇടണം. നേരത്തെ അഭിനയിക്കാൻ പറഞ്ഞില്ലേ, ഇവളുടെ അഭിനയിക്കാൻ പറഞ്ഞില്ലേ ഈ ഇന്റർവ്യൂവില് വരെ? എന്തിന്? എനിക്കിപ്പോ അത് സത്യത്തിൽ തോന്നുന്നു എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്നുള്ളത്. ശരിക്കും അവ കാര്യം പറയുന്നത് മനസ്സിലാക്കത്തില്ല. ഇതായിരുന്നു സിറ്റുവേഷൻ, അല്ല ഞാനത് മനഃപൂർവ്വം ചെയ്തതാ. സൂരജിന്റെ കാര്യത്തിലേക്ക് വന്നാലോ? അവൻ പറയണ എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല, ഞങ്ങള് പറയുന്നത് എന്താന്ന് അവന് മനസ്സിലാവാറില്ല. ഈ മനസ്സിലാവാതെ വരുമ്പോൾ അടിയാണ് ഞങ്ങളുടെ ഇടയില്. അതായത് ഇവൻ ഞങ്ങള് ചിലപ്പോ ഞങ്ങളുടേതായ ഒരു സർക്കിളിൽ ഒരു
പ്രായത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കും. പക്ഷെ ഇവ ആ സമയം 80-കാരനാവും, 70-80 പോകും. ആ അപ്പൊ മനസ്സിലാക്കാൻ പറ്റില്ല. ചില സമയം നേരെ 10 വയസ്സിലോട്ട്. അതായത് നേരത്തെ ഈ ഒരു ഇരിപ്പിരുന്നില്ലേ, ആ ഇരിപ്പ് തന്നെ അവന്റെ ഒരു പ്രായവും കൂടെ അങ്ങ് ആ ഇരിപ്പിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചില പടത്തിലേക്ക് ഈ വിജയരാഘവനൊക്കെ സംസാരിക്കൂലേ വീട്ടിലെ കാരണവരായിട്ട്. കാരണവരാവും സമയത്ത് നമ്മള് കാരണം കണ്ടോ, ഇത് ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. ഇതാണ് സംഭവം, മനസ്സിലായി. ഇനി ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോട്ടെ കേട്ടോ. വേണ്ടേ കാരണവരാകുമ്പോ ആവണം. കണ്ട മനസ്സിലായി, ഒരു കത്തിൽ മനസ്സിലായോ? മനസ്സിലായി. ഇനി